എല്ലാവർക്കും നമസ്കാരം. ലളിതം. ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടായിരുന്നു ഞാൻ എന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. മലയാളത്തിൻ്റെ പ്രിയ കവി പി രാമചന്ദ്രൻ മാഷിനെ ഈ സാഹിത്യ അക്കാദമിയുടെ ഈ വേദിയിൽ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതൊരു അവിവേകമായി തീരും. എന്നാലും ഔപചാരികതയുടെ പേരിൽ മാത്രം ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നു. മലയാളത്തിൻ്റെ ആധുനികോത്തര കവിതയുടെ ആദ്യകാല വക്താക്കളിൽ ഒരാളായിട്ടാണ് രാമചന്ദ്രൻ മാഷെ സാഹിത്യ ചരിത്രങ്ങൾ അടയാളപ്പെടുത്തുന്നത്. ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു മാഷായിരുന്നു. മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. വ്യത്യസ്ത വിഷയങ്ങളിലായി ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1999 ആദ്യ സമാഹാരം പുറത്തിറങ്ങി കാണക്കാണെ, 2002 രണ്ടായി മുറിച്ചത്, 2004 ഒരു നാടകീയ കഥാഗാനം കലംകാരി, 2009 കാറ്റേ കടലെ, അതിനുശേഷം 2014 ഈ 4 സമാഹാരങ്ങളും കൂടെ സമാഹരിച്ചത് മാതൃഭൂമി പി രാമചന്ദ്രൻ്റെ കവിതകൾ എന്ന പേരിൽ മാതൃഭൂമി പുറത്തിറക്കി. 2025 ഈ അടുത്ത് ഒരു പുതിയ സമാഹാരം പുറത്തിറങ്ങി, പേക്രോം. ഇതിനിടയിലെ കാലഘട്ടങ്ങളിലെല്ലാം കുട്ടികൾക്ക് വേണ്ടി ധാരാളം കൃതികൾ, ബാലസാഹിത്യ കൃതികൾ, അതിൽ ട്രാൻസ്ലേഷൻസും ഉണ്ട്, രചിച്ചു. കൂടാതെ കാർട്ടൂണുകളുടെ ഒരു സമാഹാരം ചാത്തൂൺസ് പുറത്തിറങ്ങി. ലേഖനങ്ങളുടെ ഒരു സമാഹാരം നല്ല മാഷല്ല ഞാൻ 2023 പുറത്തിറങ്ങി. കൂടാതെ മലയാളത്തിൽ കവിതയ്ക്ക് വേണ്ടി മാത്രമായുള്ള ഒരു വെബ് ജേണൽ ആദ്യമായി ഹരിതകം എന്ന പേരിൽ അദ്ദേഹം പുറത്തിറക്കി. പത്രാധിപരാണ്, ബ്ലോഗർ. ഇങ്ങനെ പല നിലകളിൽ അദ്ദേഹം തൻ്റെ ജീവിതം പങ്കുവയ്ക്കുന്നു. ആദ്യമായി ഞാൻ ഈ സെഷനിലേക്ക് എന്നെ വിളിച്ച സാഹിത്യ അക്കാദമിയോട് എല്ലാവിധ സ്നേഹവും അറിയിക്കുന്നു. സംഭാഷണം എന്ന പേരിലാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം എന്നേക്കാൾ കുറച്ച് സീനിയർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാവ്യ ജീവിതത്തെ സംബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. കൂടെ എൻ്റെ നിരീക്ഷണങ്ങളും ഉൾപ്പെടുത്തി ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങളും എൻ്റെ നിരീക്ഷണങ്ങളും അതിനുള്ള മാഷയുടെ മറുപടികളും ആ നിലയ്ക്കാണ് ഈ സെഷൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം തുടങ്ങാല്ലേ? മാഷയുടെ ആദ്യ സമാഹാരം കാണക്കാണെ പുറത്തിറങ്ങുന്നത് 2000 ആണ്ടിന് തൊട്ട് മുൻപത്തെ വർഷമായിട്ടുള്ള 1999 മലയാള കവിതയുടെ ഒരു ചരിത്രത്തെ സംബന്ധിച്ച് ഒരു പുതിയ പാരഡൈം ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഭാവുകത്വം, ഒരു ഭാവുകത്വ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് 2000 അല്ലേ? ആ കാലഘട്ടത്താണ്. പിൽക്കാലത്ത് ഈ ആധുനികോത്തരത അല്ലെങ്കിൽ ഉത്തരാധുനികത എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ആ ഒരു പ്രത്യേക കാലഘട്ടം. ഭാവുകത്വപരമായി പല മാറ്റങ്ങളും വരുന്നു. മുമ്പുണ്ടായിരുന്ന ആധുനികത എന്ന് പറയുന്നത് അങ്ങേയറ്റം മനുഷ്യകേന്ദ്രിതമായിട്ടുള്ള, കുറേ കൂടി ലൗഡായിട്ടുള്ള, പരുക്കനായിട്ടുള്ള ഒരു ലോക മനുഷ്യൻ്റെ വ്യഥകളും യുദ്ധഭീതികളും ആകുലതകളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു പരുക്കൻ ആധുനികത. 90കളോടുകൂടി അത് മെല്ലെ മെല്ലെ ആ ഒരു ഭാവുകത്വത്തിന് മാറ്റങ്ങൾ വരുന്നു. ആശയങ്ങൾ അനുഭവങ്ങൾക്ക് വഴിമാറുന്നു. സ്ഥൂലമായ ആവിഷ്കാരങ്ങൾ സൂക്ഷ്മമാവുന്നു. യൂണിവേഴ്സൽ പേഴ്സ്പെക്റ്റീവ് മാറി അത് കുറേ കൂടി പേഴ്സണലായി മാറുന്നു. അതേപോലെ സാമാന്യമായി പറഞ്ഞിരുന്ന സംഗതികളൊക്കെ തന്നെ ഇപ്പം ആധുനികരുടെ കവിതകളിൽ നദി എന്ന് പറഞ്ഞെടുത്ത് പട്ടാമ്പിപ്പുഴ എന്ന് കൃത്യമായിട്ട് ഉത്തരാധുനികർ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഭാവുകത്വ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പീക്ക് പീരീഡിൽ 1999 മാഷയുടെ കാണക്കാണെ എന്ന സമാഹാരം പുറത്തിറങ്ങുന്നു. പക്ഷേ ഒരു അടിമുടി നവഭാവുകത്വമായിരുന്നു കാണക്കാണെ മുന്നോട്ട് വെച്ചതെന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അതിന് തൊട്ട് മുമ്പ് 1998 KR ടോണിയുടെ സമനില പുറത്തിറങ്ങുന്നുണ്ട്. 99 തന്നെ ജോസഫ് മാഷയുടെ കറുത്ത കല്ല് എന്ന പുസ്തകം വരുന്നു. 2000 രാമേട്ടൻ്റെ കനം. ഏറെക്കുറെ പാരമ്പര്യ വിച്ഛേദങ്ങൾ ഈ പുസ്തകങ്ങൾ കാണാൻ കഴിയുന്നു. മാഷയുടെ പുസ്തകത്തിൻ്റെ പ്രത്യേകത ആധുനികതയുടെ തുടർച്ചയോ ഇടർച്ചയോ ആവാതെ ആധുനിക പൂർവ്വഘട്ടത്തിലേക്ക്
വേണമെങ്കിൽ ഒരു ഇടശ്ശേരി തുടർച്ചയോ ഒരു വൈലോപ്പിള്ളി തുടർച്ചയോ എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക ഈ ആധുനിക പൂർവ്വഘട്ടത്തിലേക്ക് നല്ല ബലമുള്ള വേരുകൾ ഉള്ളതായും മാഷിന് ആ വേരുകൾ നന്നായി വിശ്വസിക്കുന്നതായും അങ്ങനെയാണ് ആ കവിതകൾ വായിച്ച തോന്നുക. KC നാരായണൻ ഈ സന്ദർഭത്തെ ആധുനികതയെ ബൈപ്പാസ് ചെയ്തു വന്ന കവിതകളെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മാഷ് അങ്ങനെ ആധുനികതയെ അങ്ങനെ മറികടന്നത്? എന്താണ് ഈ ഒരു ഇടശ്ശേരി തുടർച്ച അല്ലെങ്കിൽ വൈലോപ്പിള്ളി തുടർച്ച? എന്താണ് മാഷിൻ്റെ കവിതയുടെ വേരുകൾ? ഇത് പറയുമ്പോൾ ഇപ്പോൾ ഈ അവസാനം പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ KC നാരായണൻ അവതാരികയിൽ പറഞ്ഞത് ഈ ആധുനികതയെ ബൈപ്പാസ് ചെയ്തില്ല, വേറൊരു വഴിക്ക് ആ നഗരം ഒഴിവാക്കി വേറൊരു വഴിക്ക് മാറുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അത് ബോധപൂർവം ചെയ്തൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ ഈ ഇടശ്ശേരിയോ അല്ലെങ്കിൽ പിന്നെ കുഞ്ഞിരാമൻ നായരോ വൈലോപ്പിള്ളിയോ ഒക്കെയുള്ള ആ ഒരു കാവ്യ സംസ്കാരം പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു വായനാ സംസ്കൃതി നിലവിലുള്ള ഒരു പ്രദേശത്താണ് ഞാൻ കഴിഞ്ഞത്. ആധുനികതയുടെ കാലത്ത് ഉള്ള പോലെയുള്ള വലിയ സാഹസികതകളോ ദൂരങ്ങളോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ പരിമിതമായ വൃത്തത്തിൽ നിന്നുകൊണ്ടേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ബോധപൂർവം ബൈപ്പാസ് ചെയ്തതല്ല, അങ്ങനെയുള്ള ഒരു ബൈപ്പാസുകളൊന്നും നിലവിലുണ്ടായിരുന്നില്ല. എനിക്ക് പരിചിതമായ ഒരു ലോകത്തെക്കുറിച്ച് മാത്രം. പിന്നെ മാത്രമല്ല, മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് ആധുനികത ഒന്നും എന്നെ അത്ര അധികം സ്വാധീനിച്ചിട്ടുമില്ല. എന്താ കാരണം? അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനികത സാഹിത്യത്തിലുണ്ടായിരുന്ന 70s എന്നൊക്കെ പറയുന്ന കാലത്ത് എനിക്ക് 10-17 വയസ്സായിട്ടുള്ളൂ, 17-18. അപ്പോൾ ആ ഒരു മധുര 17 കാരണം ഈ പറഞ്ഞ ആധുനികതയിലെ ഈ മരണാസക്തിയോ അല്ലെങ്കിൽ ഈ അസ്തിത്വ ദുഃഖമൊന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ അതും കൂടെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ആധുനികത എനിക്ക് പലപ്പോഴും അയ്യപ്പ പണിക്കരുടെ അക്കാലത്ത് ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ആധുനികത എന്നെ സ്വാധീനിച്ചത് പൊരുളിൽ അല്ല, ശബ്ദത്തിലായിരുന്നു. ഒരു പക്ഷേ കടമ്മനിട്ടയുടെ കവിതകളോ അവരങ്ങനെ ചൊല്ലുന്ന, അല്ലെങ്കിൽ പണിക്കരുടെ ഇപ്പോൾ സന്ധ്യ നീ എന്താണ് നീ തന്നെ ജീവിതം സന്ധ്യ എന്നൊക്കെ പറയുന്ന ആ ചൊല്ലുകളാണ് നമ്മളെ ആകർഷിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പു കാട്ടാൾ, അതൊക്കെ ഞാനും ചൊല്ലിയിട്ടുണ്ട്. അല്ലെങ്കിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകളും ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അതൊക്കെ ആ ഒരു ശബ്ദത്തിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു സ്വാധീനമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പക്ഷേ പൊരുളിൽ എന്നെ സ്വാധീനിച്ചത് ഇതൊന്നും പൊരുൾ. ഇപ്പോൾ അയ്യപ്പ പണിക്കരുടെ അന്നത്തെ കാലത്ത് ഈ പകലുകൾ രാത്രികളാകട്ടെ, അങ്ങനെ ഇപ്പോൾ ഈച്ച ആനയുടെ തുമ്പിക്കൈയിൽ കയറുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന അക്കാലത്ത് ഞാനതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ അത് ആസ്വദിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം തലയ്ക്ക് മുകളിലൂടെ പോയ ഒരു വിമാനമായിരുന്നു പല ആധുനിക കവിതകളും. അതെൻ്റെ ഹൃദയത്തിലൂടെ സഞ്ചരിച്ചതല്ല. അത് സഞ്ചരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇടശ്ശേരിയുടെ കവിതകൾ, ഇപ്പം നേരത്തെ നമ്മൾ പറയാറുള്ള വഴിക്കുളം പോലെയുള്ള കവിതകളാവും, അപ്രസിദ്ധമായിട്ടുള്ള രചനകളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വൈലോപ്പിള്ളിയുടെ ഇതുപോലെ തുടങ്ങിയുള്ള കവിതകൾ, അല്ലെങ്കിൽ പടക്കളത്തിലെ പൂമ്പാറ്റ, ഇത്തരം കവിതകളൊക്കെ എൻ്റെ ഹൃദയത്തിനുള്ളിൽ കൂടെ സഞ്ചരിച്ചു. മറ്റതൊക്കെ തലയ്ക്ക് മുകളിലൂടെ പോയി. അപ്പോൾ രണ്ട് കാരണങ്ങളുണ്ട്. ആധുനികത അങ്ങനെ സ്വാധീനിക്കാൻ മാത്രം എന്നെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ടും കൂടി ആയിരിക്കണം ഞാൻ അതിൽ നിന്ന് ഉള്ളൊരു തുടർച്ചയാണ് പിന്നീട് ഉണ്ടായത്. അതൊരു കുറവല്ല, അതൊരു കുറവായിരുന്നില്ല, അങ്ങനെ പറയല്ല നമ്മൾ. പിന്നെ ഞാൻ അങ്ങനെ ഒരു ബോധപൂർവം ഭാവുകത്വം മാറ്റണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ഇനി നമ്മൾ ഓരോ കവിക്കും ഒരു കവിതയുടേതായിട്ടുള്ള ചില സിഗ്നേച്ചറുകൾ ഉണ്ടായിരിക്കും. അപ്പം ഈ സെഷൻ്റെ ഭാഗമായി തന്നെ മാഷിൻ്റെ കവിത ഞാൻ വളരെ ആഴത്തിൽ പഠിച്ചപ്പോൾ മാഷിൻ്റെ കവിതയുടെ കുറേ പ്രത്യേകതകൾ മനസ്സിലായി. അതിലെല്ലാവർക്കും അറിയുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് പാരിസ്ഥിതികമായിട്ടുള്ളൊരു ഉത്കണ്ഠ അല്ലെങ്കിൽ ആകുലതകൾ പങ്കുവയ്ക്കുന്ന കവിതകൾ ധാരാളമായിട്ട് മാഷ് എഴുതിയിട്ടുണ്ട്. ആദ്യ സമാഹാരം മുതൽക്ക് ഇങ്ങോട്ട് ധാരാളം കവിതകൾ, ഇടശ്ശേരിപ്പാലം, മാമ്പഴക്കാലം, കാറ്റേക്കടലെ, പട്ടാമ്പിപ്പുഴ മണലിൽ, ഒരു പക്ഷേ മാഷെ പ്രശസ്തനാക്കിയ ഒട്ടുമിക്ക കവിതകളും പാരിസ്ഥിതികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കവിതകളാണ്. ഏറ്റവും പുതിയ സമാഹാരമായിട്ടുള്ള പേക്രോമിലെ ചില കവിതകളും പാരിസ്ഥിതികമായിട്ടുള്ള ഉത്കണ്ഠകൾ, ആകുലതകളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. മാഷ് അതിനെ വളരെ എന്താ പറയുക, വൈകാരികമായിട്ടാണ് അതിനെ കാണുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, പ്രകൃതിക്ക് വന്നു ചേരുന്ന ക്ഷതങ്ങൾ അതിനോട് പ്രതികരിക്കുക, അതിനോട് ഭയമുണ്ടായിരിക്കുക, അതിനോട് പ്രതികരിച്ചുകൊണ്ട് നമ്മൾ ആ ഭയത്തെ ആവിഷ്കരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. അങ്ങനെ പറയാൻ കാര്യം, ഇപ്പോൾ കാറ്റേ കടലേ എന്ന കവിതയിൽ ഉമ്മറക്കോലായിൽ നിന്ന് രാത്രി എടുത്തു വയ്ക്കാൻ മറന്ന
കിണ്ടി കളവ് പോയ പോലെ വയൽക്കരയിലെ അല്ലേ ഉള്ള ഒരു കുന്ന് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞപ്പോൾ മാഷിന് അതിന് കുറച്ച് വിമർശനങ്ങൾ ഒരുപക്ഷെ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇങ്ങനെ പാരിസ്ഥിതികമായ ചില ഉത്കണ്ഠകൾ അത് സവർണമാണെന്നും അത് സ്വാർത്ഥമാണെന്നും അത് മനുഷ്യ വിരുദ്ധമാണെന്നും ഫ്യൂഡൽ മനോനിലയാണെന്നൊക്കെയുള്ള ചില വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒബ്സർവേഷൻ അതല്ല. പാരിസ്ഥിതികമായിട്ടുള്ള ഒരു അവബോധം എന്നതിലപ്പുറത്തേക്ക് മാഷിൻ്റെ കവിതയിൽ വളരെ പ്രിമിറ്റീവായിട്ടുള്ളൊരു ഗോത്രബോധം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നി പല കാര്യങ്ങളിലും. ഒന്നാമത്തെ കാര്യം, കുന്നുകളാണ് മാഷിയുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത്. നാട്ടിലുള്ള ഒരുപാട് കുന്നുകൾ കളവ് പോയി എന്നാണ് പറയുന്നത്. കുന്നുകൾ വലിയൊരു കൺസേൺ ആണ് പല കവിതകളിലും. മാഷയുടെ വീട് സങ്കല്പിക്കുന്നത് കുന്നിൻ്റെ പള്ളയിലാണ്. വിണ്ടശില്പം അത് കാറ്റേ കടല എന്ന കവിതയിൽ അങ്ങനെ പറയുന്നു. വിണ്ടശില്പം എന്ന കവിതയിൽ കുന്നിൻ്റെ പള്ളയിലെ വിള്ളലിലാണ് എൻ്റെ പാർപ്പ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ കൂടി ഈ കുന്ന് എന്ന് പറയുന്ന ഒരു മെയിൻ സ്ട്രീം ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമല്ല, അത് കുറച്ച് ഒളിച്ചു പാർപ്പിൻ്റെ ഒരു ഇടം കൂടിയാണ്. ഇത് കുറേ കൂടെ മൂർത്തമായി ഈ ഇരിപ്പ് നടപ്പ് എന്ന കവിത എൻ്റെ പ്രിയപ്പെട്ട ഒരു കവിതയാണ്. അതിൽ കുറേ കൂടെ മൂർത്തമായി പുല്ലുകൾക്കുള്ളിൽ പുല്ലായി പച്ചയിൽ പച്ചപ്പായി ഇല്ലെന്നു കരുതുമാർ അത്രയും പ്രച്ഛന്നമായി താനിരിക്കുന്നിടമേ താനായി തന്നെ ഒളിപ്പിച്ച പുൽച്ചാടിയിരിക്കുന്നു എന്ന് പറയുന്നു. പല കവിതകളിലും ഇങ്ങനെ ഈ ഒളിഞ്ഞിരിപ്പ് മറഞ്ഞിരിപ്പ് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. പ്രകൃതിയിൽ ഒളിച്ചിരിക്കുക അല്ലെങ്കിൽ മറഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ് ഗോത്ര സ്വഭാവമാണ്. തൻ്റെ പ്രത്യക്ഷം കൊണ്ട്, തൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് പ്രകൃതിയിലെ മറ്റൊന്നിനെയും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, അസ്വസ്ഥപ്പെടുത്താതിരിക്കുക എന്ന് പറയുന്ന മറഞ്ഞിരിപ്പ്. ഇതിൻ്റെ ഇടയിൽ കൂടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ വട്ടംകുളത്ത് മാഷിയുടെ വീട് റോഡ് സൈഡിലാണ്. പക്ഷേ ഞാൻ ഓരോ തവണ വരുമ്പോൾ മാഷിയുടെ വീട് മാത്രം അവിടെ കാണില്ല. എന്താ വെച്ചാൽ ഒന്നാമത്തെ കാര്യം, മാഷിയുടെ ചെറിയൊരു സ്ഥലത്താണ് മാഷിയുടെ വീട്, അതും ചെറിയൊരു ഇഷ്ടിക വീട്. നമ്മൾ പരിസ്ഥിതി കവിതകളൊക്കെ എഴുതുകയും വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംഗതി നമ്മൾ കാണാറുണ്ട്. മാഷിനെ സംബന്ധിച്ച് ഇത്തിരി പോകുന്ന ഒരു സ്ഥലത്ത് വേട്ടാളനൊക്കെ കൂടുണ്ടാക്കുന്ന പോലെ ചെറിയൊരു വീടാണ് മാഷിയുടെ. അവിടെയും മാഷ് ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മലയാള കവിതയിൽ ഇത്തരം ഗോത്രബോധങ്ങളൊക്കെ മൂർത്തമാവുന്നത് ഒരുപക്ഷെ 2010 ശേഷമാണ്. എന്താ മാഷ് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത്? എന്താണ് അതിൻ്റെ രാഷ്ട്രീയം, ഈ ഒളിഞ്ഞിരിപ്പിൻ്റെ രാഷ്ട്രീയം? അല്ല, ഇത് ഒന്നാമത് ഞാൻ അരങ്ങത്ത് ഇരിക്കുന്ന ഒരാളല്ല, അണിയറയിലോ അല്ലെങ്കിൽ അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവമുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാം ഒരു കൂവൽ മാത്രം മതി, ശബ്ദം മാത്രം മതി, എനിക്ക് ശരീരം വേണമെന്നില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ സ്വയം പ്രദർശിപ്പിക്കാൻ അങ്ങനെയുള്ളൊരു വാസന ഇല്ലാത്തത് എൻ്റെ പ്രകൃതത്തിലുള്ളത് കൊണ്ടായിരിക്കാം ഒന്ന്. പിന്നെ നേരത്തെ ഈ കുന്നുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരു കാര്യമുണ്ട്. ചാത്തൂൺസ് എന്നൊരു കാർട്ടൂൺ പുസ്തകം ഉണ്ടല്ലോ, അതിൽ മുഴുവൻ കുന്നുകളാണ്. കുന്നുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചാത്തൂൺസ് എന്ന കാർട്ടൂൺ തന്നെ വരച്ചിരിക്കുന്നത്. കുന്നുകളാണ് അതിൻ്റെ പശ്ചാത്തലം. ഇതൊക്കെ നിരീക്ഷണങ്ങളാണ്, നല്ല നല്ല നിരീക്ഷണങ്ങളാണ്. അപ്പോൾ ഇത് കുന്നുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ചാത്തൂൺസിലുണ്ട്. ഞാൻ ഉള്ളത് പൊന്നാനിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശത്താണ്. അവിടെ മുതൽക്കാണ് ഈ തീരപ്രദേശം കഴിഞ്ഞ് കുന്നുകൾ ആരംഭിക്കുന്നത്. ഞാൻ താമസിക്കുന്ന പഞ്ചായത്ത് എന്ന് പറയുന്നത്, വട്ടംകുളം പഞ്ചായത്ത് എന്ന് പറയുന്നത് 7-8 കുന്നുകളും അതിൻ്റെ താഴ്വരകളും അടങ്ങുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ഈ കുന്നുകളുടെ മുകളിലൊക്കെ മിക്കവാറും ഹരിജൻ കോളനികളും അങ്ങനെയൊക്കെ ആയിരിക്കും. താഴ്വരകളിൽ ഈ പിന്നെ എന്താ പറയുക, ജന്മിമാരായിട്ടുള്ള ചരിത്രത്തിൽ പഴയ കാലത്ത് അവർക്ക് നെൽവയലുകളുണ്ടാവും, പിന്നെ അതിനോട് ചേർന്ന് ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ സമ്പന്നരും പ്രഭുക്കളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഈ താഴ്വരകളിൽ താമസിക്കും. മേലേക്ക് കയറും തോറും ഈ ഇങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് മാഷിയുടെ കവിതയിൽ കുന്നുകൾ വരുന്നു. അതെ, അപ്പോൾ ഒന്ന് ഭൂപ്രകൃതി അങ്ങനെ തന്നെയാണ്. ഞാൻ താമസിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് കുന്നുകളും ഈ താഴ്വരകളും ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ പിന്നിൽ ഞാനൊക്കെ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഈ കുന്നുകളൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങിയിരുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ സമീപകാലത്തായിട്ട് എന്താ വെച്ചാൽ ഈ കുന്നുകൾ ഓരോന്നായിട്ട് ഇല്ലാതാവാൻ തുടങ്ങി. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, ഒന്നാമത് മനുഷ്യർ പറക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യകാലത്ത് ഈ കുന്നുംപുറങ്ങളിലേക്ക് ആരും താമസിക്കാൻ പോയിരുന്നില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ കുന്നുകളിലെ മുകളിലൊക്കെ വലിയ വലിയ വീടുകളും റോഡുകളൊക്കെ ആയി. മാത്രമല്ല ഭൂമി നിരപ്പാവാൻ തുടങ്ങി. അങ്ങനെ ഈ കുന്ന് ഇടിച്ച് ഇങ്ങനെ ലോറികളിൽ ഇങ്ങനെ പോകുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ എക്സ്പ്രസ് ഹൈവേ നിർമ്മാണത്തിനും അതിനൊക്കെ ആയിട്ട് ഇങ്ങനെ കുന്നുകൾ ഇടിച്ച് പോകാൻ തുടങ്ങി. അപ്പോൾ ഇത് നിത്യേന ഞങ്ങൾ കാണുകയാണ്, ആ പ്രദേശത്തുള്ള എല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാവരും കാണുന്നുണ്ട്, ലോറിയിൽ ഈ മണ്ണടിച്ച് പോകുന്നത്.
ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഷിഹാബുദ്ദീൻ പോയിട്ടും ഞാൻ എൻ്റെ സുഹൃത്ത്. അപ്പോൾ ഷിഹാബുദ്ദീൻ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, ആ കുന്നൊന്നും നമുക്ക് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി നോക്കുമ്പോൾ എന്താ വെച്ചാൽ ചക്ക തുണ്ട മുറിച്ചതുപോലെ കുന്ന് ഒരു പകുതി പോയിരിക്കണം, അവിടെ ഇല്ല ആ കുന്ന്. അത്രമേൽ ഇതായിരിക്കുന്നു, പ്രകൃതി പോയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ ഈ കാറ്റേ കടലേ എന്നുള്ള കവിതയിൽ ഈ ഉമ്മറക്കോലായിൽ വെച്ച കിണ്ടി, രാത്രി എടുത്തു വയ്ക്കാൻ മറന്ന കിണ്ടി കളവ് പോയതുപോലെ ഒരു കുന്ന് കാണാതായി എന്ന് പറയുന്നത്. അത്രമേൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രദേശത്ത്. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അല്ല മാഷ്, ഇത് ബോധപൂർവം ആ ഉപമ അല്ല, ഇത് ഞങ്ങൾ നാട്ടിൻപുറത്ത് അങ്ങനെയാണ്. പഴയ കാലത്ത് കിണ്ടി എന്താണ്? കിണ്ടി എന്ന് പറയുന്നത് ഒരു പ്ലംബിങ്ങിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ്. അത് ഒരു വാട്ടർ ടാങ്കും ഒരു ചെറിയ പൈപ്പുള്ള ഒരു ചെറിയ സംഭവമല്ലേ അത് പഴയ കാലത്ത്. വെള്ളം വളരെ എക്കണോമിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണത്. അപ്പോൾ ഇത് പഴയ കാലത്ത് എന്ന് വെച്ചാൽ നടന്നു വരുന്ന ആളുകൾക്ക് കാല് കഴുകാൻ വേണ്ടി കോലാമ്പിൽ വെക്കുന്നതാണ്. എപ്പോഴും വെള്ളം ഉണ്ടാവും അത് കിണ്ടിയിൽ വെള്ളം വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് സാധാരണ ഇതിൽ അങ്ങനെ കാണാതാവില്ല, അത് അവിടെ ഇരിക്കുന്നത്. അപ്പം ഇത് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു കിണ്ടി കാണാതായി. കാരണം അത് ഓപ്പൺ എയറിൽ വെക്കുന്ന ഒരു സാധനമാണല്ലോ, തുറന്ന സ്ഥലത്താണല്ലോ, ഇത് അകത്തല്ലല്ലോ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാറുണ്ട് സാധാരണ. അങ്ങനെ പ്രയോഗിച്ചു എന്നുള്ളത്. പക്ഷെ പിന്നീട് അതിന് ചെറിയ പറഞ്ഞ പോലെ വിമർശനങ്ങൾ വന്നു. അത് ഒരു സവർണതയുടെ പ്രതീകമാണ് ആ കിണ്ടി, അതൊരു പ്രഭു കുടുംബത്തിൻ്റെ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പിന്നെ ഒരു വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊരു രസകരമായിട്ടൊരു മറുപടി എനിക്ക് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ അവിടെ ഒരു പരിസ്ഥിതി സമ്മേളനത്തിൽ ഒരു അധ്യാപകൻ വന്നിട്ട് പറഞ്ഞു, ഈ കുന്നുകളുടെ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അതെന്താ വെച്ചാൽ ഈ കുന്ന് പ്രകൃതിയിലെ ജലസംഭരണിയാണ് എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർഷകാലത്ത് മഴ പെയ്തിട്ട് വയലിൽ വെള്ളം കെട്ടി നിൽക്കും. വേനൽക്കാലത്ത് ഈ വെള്ളത്തെ കുന്നുകൾ മുകളിലേക്ക് ആഗിരണം ചെയ്യുന്നതാണ് പറഞ്ഞത്. എന്തോ ഒരു പേരുണ്ട് ഈ സയൻസിൽ പറയും. ജലത്തെ ഈ വിളക്കിലെ തിരി, ഉണങ്ങിയ തിരിയിലേക്ക് എണ്ണ ഇങ്ങനെ കയറിപ്പോവില്ലേ, സയൻസ് പഠിച്ചതൊന്നും ഓർമ്മയില്ല. അങ്ങനെ എന്തോ ഒരു ആക്ഷനാണ് അത്. അപ്പോൾ അതുപോലെ ഈ വയലിലെ വെള്ളത്തിനെ ഈ കുന്ന് ആഗിരണം ചെയ്തും മുകളിൽ വയ്ക്കും. എന്നിട്ട് വേനൽക്കാലത്ത് കിണറുകളിലേക്ക് ഇത് ആവശ്യ സമയത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ കുന്ന് എന്ന് പറയുന്നത് പ്രകൃതിയിലെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ജലസംഭരണി, ഒരു കിണ്ടി നിർവഹിക്കുന്ന പോലെ തന്നെ ഒരു സംഗതിയാണെന്നൊരു ഇൻ്റർപ്രിട്ടേഷൻ ഒരു അധ്യാപകൻ പറഞ്ഞപ്പോൾ, അയാളൊരു ശാസ്ത്ര അധ്യാപകനാണ്, അത് പറഞ്ഞപ്പോൾ അതിന് പുതിയൊരു മീനിങ് എനിക്ക് ഉള്ളതുപോലെ തോന്നി. പിന്നെ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പരിസ്ഥിതി അല്ലെങ്കിൽ ഈ കുന്നുകളെക്കുറിച്ചുള്ള കൺസേൺ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ രാമായണത്തിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ വാനര സൈന്യം മുഴുവനെ ഈ ഒരു അസ്ത്രം ഉപയോഗിച്ചിട്ട് മോഹാലസ്യപ്പെട്ടു വീണു എല്ലാവരും. ആ സമയത്ത് ജാമ്പവൻ ഹനുമാനോട് പറയുന്നുണ്ട്, ഈ മൃതസഞ്ജീവനി എന്നുള്ള ഔഷധം സസ്യം കൊണ്ടുവരണം. അപ്പോൾ അത് ഈ ഒരു പർവ്വതത്തിൻ്റെ മുകളിലുള്ളത്, അതെടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഹനുമാൻ പോയിട്ട് ആ മൃതസഞ്ജീവനി എന്നുള്ള സസ്യമല്ല എടുക്കുന്നത്, അത് വളർന്നു നിൽക്കുന്ന ഈ കുന്നിനെ മൊത്തം എടുത്തിട്ട് വരികയാണ്. ഇതിന് ഈ ABT പാർസൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു സർവീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ചിഹ്നം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ലോഗോ ഹനുമാൻ ഇങ്ങനെ ഒരു കൈപ്പത്തിയിലൊരു മലയും കൊണ്ടിങ്ങനെ വരുന്നതാണ്. അങ്ങനെ ഈ മലയോടുകൂടി വരികയും ഈ മൃതസഞ്ജീവിനി കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഹനുമാൻ ഈ മല കൊണ്ടുപോയിട്ട് അവിടെ തന്നെ കൊണ്ടുവച്ചു, റീഇൻസ്റ്റേറ്റ് ചെയ്തു അവിടെ തന്നെ. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ കുന്ന് അവിടെ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, കുന്നിനെ അതിൻ്റെ അതിനെ റീഇൻസ്റ്റേറ്റ് ചെയ്തു അവിടെ കൊണ്ടുപോയിട്ട്. ഇതാണ് ഈ പ്രകൃതിയെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾക്ക് എന്ന് വെച്ചാൽ കുന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുവയ്ക്കുന്നൊരു സാധിക്കില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു മാറ്റമുണ്ട്. മറ്റൊന്നെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങൾ നേരിടുന്ന വലിയൊരു പ്രശ്നം ഈ പ്രകൃതിയിലുള്ള കുന്നുകൾ ഇല്ലാതായെന്ന് മാത്രമല്ല, വേറെ ഒരു തരം കുന്നുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്ലാസ്റ്റിക് കുന്നുകളാണ്, അല്ലെങ്കിൽ വേസ്റ്റ് മാലിന്യങ്ങളുടെ കുന്നുകൾ ഇങ്ങനെ വന്നു. ഇപ്പോൾ ഈ
ഹരിതകർമ്മസേന ഇതൊക്കെ ശേഖരിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഈ ശേഖരിച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ കാണുന്നത് വഴിയോരത്ത് ഇതെല്ലാം ഇങ്ങനെ കൂട്ടി കൂമ്പാരമാക്കി വെച്ചിരിക്കുക. അപ്പം ഇല്ലാതായ കുന്നുകളെക്കുറിച്ചുള്ള ഉത്കണ്ഠയോടൊപ്പം തന്നെ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മാലിന്യ കുന്നുകളെക്കുറിച്ചുള്ള കൺസേണും ഉണ്ടാകുന്നു. ഇതെല്ലാം ഈ പരിസ്ഥിതിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ ഒളിഞ്ഞ് ഇരിക്കുക എന്ന് പറയുന്നത്, നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രകൃതമാണ്. കുന്നുകളും മലകളൊക്കെ ഉള്ള സ്ഥലത്ത് എല്ലാവരും ഒളിഞ്ഞ് തന്നെയായിരിക്കും ഉണ്ടാവുക. മലകളോ മറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുന്ന്. ഇങ്ങനെ നമുക്ക് തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഭൂപ്രകൃതി അല്ല എനിക്ക് ചുറ്റുപാടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു അങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് ഒരു ഒളിപ്പോരിൻ്റെ ഭാഗമൊന്നായിട്ടല്ല. അല്ല മാഷ് ഈ കവിയരങ്ങിനൊക്കെ പോകുമ്പോൾ ഒക്കെ ബാക്കിൽ പോയിരുന്ന മുല്ലനേഷ് മാഷ്. അല്ല, ഞാനും പറയുന്നത് ഇപ്പം ഞാൻ നിർബന്ധിതനായതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് പൊതുവേ ഇഷ്ടം സദസ്സിൽ ഇരിക്കുക എന്നുള്ളതാണ്. വേദികളുടെ കാര്യത്തിലാണെങ്കിലും ശരി, കവിയരങ്ങുകളാണെങ്കിലും പലപ്പോഴും ഞാൻ സദസ്സിലിരിക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും ഇതുപോലെ വിഷ്ണുനാരായണൻ നമ്പൂതിരി ഒരു പെരിന്തൽമണ്ണയിലെ ഒരു സദസ്സിലായിരുന്നു. കാരണം ഞാൻ വേദിയിലിരുന്നില്ല, അപ്പോൾ ഞാൻ സദസ്സിലായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാൻ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വന്നതാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് കക്ഷി, പിന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരാളാണെന്ന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത് ഇനി വേറൊരു കാര്യം, ഈ പരിസ്ഥിതി കവിതകളെക്കാൾ കൂടുതൽ മാഷിൻ്റെ കവിതയിൽ രാഷ്ട്രീയ കവിതകളുണ്ട്. ഒട്ടേറെ കവിതകൾ, അതിൻ്റെ ഇരട്ടിയോളം മാഷ് പല സമാഹാരങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ കത്തി, ഇര, കരട്, പാളങ്ങൾ, പ്രതിവിരൽ, ക്വിറ്റിന്ത്യ, ഇവൾ സരസ്വതി, തെങ്ങുമൊഴി, വെടിത്തുള, നാട്ടുവിശേഷം, ബലി, പുതിയ പേക്രോമിലും ഉണ്ട് രാഷ്ട്രീയ കവിതകളോ പ്രത്യക്ഷ രാഷ്ട്രീയ കവിതകളോ രാഷ്ട്രീയ ധ്വനിപാഠങ്ങളുള്ള കവിതകളോ. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് നമ്മുടെ ഗുജറാത്ത് കലാപകാലത്ത് നമ്മളെല്ലാവരെയും വളരെയധികം അസ്വസ്ഥപ്പെടുത്തിയ ഒരു ചിത്രമുണ്ട്. കുത്തബ്ദീൻ അൻസാരിയുടെ നിറകണ്ണുകളോടെ തൊഴുകയുമായി നിൽക്കുന്ന കുത്തബുദ്ദീൻ അൻസാരി ഓർമ്മിപ്പിക്കുന്ന തൊഴുകൈ എന്ന കവിത. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, കവിതയും രാഷ്ട്രീയം തമ്മിലുള്ള ബന്ധത്തെ പറ്റി എപ്പോഴും ചില വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കവിത സ്വയമേവ ഒരു രാഷ്ട്രീയമാണെന്നും, അഥവാ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കവിത സൂക്ഷ്മ രാഷ്ട്രീയം കൈകാര്യം ചെയ്താൽ മതി. ഇപ്പം ഈ രാമേട്ടൻ വിവർത്തനം ചെയ്ത ഒരു ഭാഷയുടെ കവിത, ജാപ്പനീസ് കവിത, തുമ്പിക്കണ്ണിൻ രത്നക്കല്ലിൽ ആ വിദൂര മലകൾ പ്രതിഫലിച്ചു. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അതെന്താ, ഒരു ദൃശ്യമാണ്, തുമ്പിയുടെ രത്നക്കല്ലിൽ ആ വിദൂര മലകൾ. പക്ഷേ അതിനകത്ത് ഈ സൂക്ഷ്മ രാഷ്ട്രീയത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ചെറുതുകളുടെ രാഷ്ട്രീയം പറയുന്നുണ്ട്, പരിസ്ഥിതിയുടെ രാഷ്ട്രീയം പറയുന്നുണ്ട്, ഹ്യൂമൻ സെൻറ്റേർഡായ ലോകബോധത്തെ ഒരു ചോദ്യം ചെയ്യുന്നല്ല അതിനെതിരെ നിൽക്കുന്ന രാഷ്ട്രീയം പറയുന്നുണ്ട്. അപ്പോൾ അതേസമയം മാഷിൻ്റെ കവിത എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിലുള്ള ഭരണകൂട ജീർണതയോടും അധികാരത്തോടും ഫാഷിസത്തോടൊക്കെ നിരന്തരം കലഹിക്കുന്ന പ്രത്യക്ഷ രാഷ്ട്രീയ കവിതകൾ തന്നെ മാഷ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കവിതയുടെ രാഷ്ട്രീയം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ അങ്ങനെ ഒരു രാഷ്ട്രീയ ബോധം, അതെന്താ മാഷിൽ? കെ എ ജയശീലൻ്റെ ഒരു കവിത ഉണ്ട്. ജയശീലൻ മാഷയുടെ ആ കവിതയിൽ പറയുന്നത് പേരു നെറ്റിയിൽ എന്നാണ്. രാമൻ ആ കവിതയുടെ പേര് പേരുനെറ്റിയിൽ. ആ കവിതയിൽ അദ്ദേഹം ഒരു വരിയുണ്ട്, നിങ്ങൾക്ക് ശിഷ്ണമുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കത് കാണണ്ട എന്നാണ് ജയശീലൻ മാഷ കവിതയിൽ പറയുന്നത്. അതുപോലെ രാഷ്ട്രീയമുണ്ട്, പക്ഷേ അത് അങ്ങനെ പ്രകടമായിട്ട് ആരും അത് തുറന്നിട്ടിട്ട് കാണിക്കാറില്ലല്ലോ. അപ്പോൾ അതുപോലെ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ അതെനിക്ക് കാണിക്കണ്ട എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പ്രകടമായ ഒരു പ്രസ്താവന ആയിട്ട്, പക്ഷേ ചില കോണ്ടെക്സ്റ്റിൽ പച്ചയ്ക്ക് രാഷ്ട്രീയം പറയുന്നതും കവിതയായി തീരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പി രാജീവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സമഗ്രത എന്നുള്ള ആദ്യകാലത്ത് രാജീവൻ എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ രാഷ്ട്രീയം സർഗാത്മകമാകുമ്പോൾ മുദ്രാവാക്യം കലയാകുന്നു. രാഷ്ട്രീയം സർഗാത്മകമാകുമ്പോൾ മുദ്രാവാക്യം കലയാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ തിരിച്ചാണ്. അത് രാഷ്ട്രീയം സർഗാത്മകമല്ലെങ്കിൽ കല വെറും മുദ്രാവാക്യമായി തീരുകയും ചെയ്യുന്നുള്ള ഒരു വിവക്ഷ കൂടി അതിനുണ്ട്. അപ്പോൾ
ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ പിന്നെ അലങ്കാരം കൊണ്ടൊന്നും പറയണ്ട, വെറും സത്യം പറഞ്ഞാൽ കവിതയാകുന്ന അത്രമേൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഒരു മറാത്തി കവിത ആലോചിക്കുകയാണ്. ഇപ്പോൾ കൃഷ്ണനോട് പറയാണ്, ഒരു തോട്ടി തൊഴിലാളിയായിട്ടുള്ള ഒരു മറാത്തി കവി ഇങ്ങനെ എഴുതുന്നു കവിതയിൽ, ഭഗവാനെ അങ്ങ് മത്സ്യമായും കൂർമ്മമായും വരാഹമായും നരസിംഹമായും ശംഖു ചക്രഗത പങ്കജധാരിയായിട്ടൊക്കെ അങ്ങ് ജനിച്ചു. ഒരിക്കലെങ്കിലും ഒരു ചൂലും ബക്കറ്റുമായി ഈ തെരുവിൽ ജനിക്കണേ എന്ന് പറയുന്ന ഒരു മറാത്തി കവിത ആലോചിക്കുന്നു. പിന്നെ അതെ, ഗാസയിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ അല്ലേ കവിത എഴുതാതിരിക്കുന്നത് എന്താ എന്നുള്ള ചോദ്യങ്ങൾ ഓരോരുത്തരും നേരിടുന്നുണ്ട് എന്ന് തോന്നുന്നു. അല്ല, ഇതിൽ പിന്നെ ഈ അമ്മു പറഞ്ഞിട്ടുള്ള കുറേ കവിതകളുണ്ട്. അതൊക്കെ ഓരോ പ്രത്യേക സന്ദർഭത്തിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇവൾ സരസ്വതി എന്നുകൊണ്ട് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ 90കളിൽ എഴുതിയിട്ടുള്ളൊരു കവിത. ഹുസൈൻ. അതെ, അന്ന് അക്കാലത്ത് എന്താ വെച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ കയറ്റുമതി, കോട്ടൺ കയറ്റുമതിക്ക് എതിരായിട്ടുള്ള US-ൻ്റെ ഒരു വലിയൊരു ബാൻ വന്നു. അപ്പോൾ അക്കാലത്ത് ഇന്നത്തെ ഈ ഇന്ത്യയിലെ ഒരുപാട് തുണിത്തൊഴിലാളികളുടെ ജീവിതം ബാധിക്കുക. ഇന്നിപ്പോൾ ആഴ്ചയ്ക്ക് താരിഫ് മാറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇവൾ സരസ്വതി എന്ന കവിതയാണെന്ന് തോന്നുന്നു, അതിലാണെന്ന് തോന്നുന്നു. അതോ യെസ്, ഈ ഹുസൈൻ്റെ ഇഷ്യൂള്ള അല്ല, ഈ ടെക്സ്റ്റൈൽ കയറ്റുമതി ആയിരുന്നു അതിലൊരു വിഷയം. ഒരു നർത്തകൻ്റെ പാവാട ചുറ്റുന്നത് പോലെ വരികയാണ്, എനിക്ക് ഓർമ്മ വരുന്നില്ല ഇപ്പോൾ. എന്തായാലും അങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് ഒരു കോണ്ടെക്സ്റ്റാണ്. അങ്ങനെ ഒരു കവിതയിൽ ഒരു രാഷ്ട്രീയം ഉന്നയിക്കാൻ നിർബന്ധിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം ലൗഡായോ അല്ലെങ്കിൽ എന്നത് എനിക്ക് പറയാൻ പറ്റില്ല. ഇനി വേറെ ഒരു ചോദ്യം, ഇത് സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട് തന്നെ. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ തൊഴുക എന്നുള്ള കവിത ഞാൻ എഴുതുന്നത് 2014 ഇന്ത്യയിൽ ഒരു വലിയ ഭരണമാറ്റം വരുന്ന വർഷമാണത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഡൽഹിയിലുണ്ടായിരുന്നു. ദില്ലിയിൽ ഒരു വേൾഡ് പോയട്രി ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതിൽ ഞാൻ ഒരു കവിത അവതരിപ്പിക്കാൻ വേണ്ടി പോയതായിരുന്നു. അന്ന് അവിടുത്തെ പോയറ്റ്സ്, പല രാജ്യങ്ങളിൽ നിന്നുള്ള പോയറ്റ്സ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടി ഈ ദില്ലിയിലെ ഈ പ്രധാനപ്പെട്ട മോണ്യുമെൻറ്റ്സ് ഒക്കെ കാണുന്നതിന് വേണ്ടി ഒരു സൗകര്യം ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇവിടെ എത്തുന്നത്, കുത്തബ് മിനാറിലെത്തുന്നത്. അപ്പോൾ അവിടെ കുത്തബ് മിനാറിൽ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്താ വെച്ചാൽ, കടലമണികൾ ഈ സന്ദർശകർ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ കടലമണികൾ ഈ അണ്ണാർക്കണ്ണൻ എടുത്തിട്ട് ഇങ്ങനെ തൊലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ വരുന്ന ആളുകളെ തൊഴുകയാണ് എന്നുള്ള തൊഴുകൈ വെച്ച് നിൽക്കും. അതിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ആ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ കുത്തബ്ദീൻ അൻസാരി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ തൊഴുകയാണ്. ഓരോ അണ്ണാർക്കണ്ണനിലും അതിങ്ങനെ പ്രതിബിംബിക്കുന്നത് പോലുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. ആ സമയത്താണ് ഞാനത് തിരിച്ചു വന്ന ഉടനെ തന്നെ ഈ തൊഴുകൈ എന്നുള്ള ആ രചന എഴുതുന്നത്. അതായത് അതും സ്വാഭാവികമായിട്ട് കാരണം അന്നത്തെ ഒരു ഇന്ത്യൻ അന്തരീക്ഷം മാത്രമല്ല, ലോകത്തെപ്പോൾ തന്നെ ഈ 2014-15 ആ കാലത്ത് ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ ഏകാധിപതികൾ അധികാരത്തിൽ വരിക, ഈ സ്വാതന്ത്ര്യങ്ങൾ മുഴുവൻ, ഈ സകല മോണ്യുമെൻറ്റ്സും നശിപ്പിക്കുക, അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധപ്രതിമകൾ മുഴുവൻ ബോംബ് വെച്ച് തകർക്കുന്നു. അങ്ങനെ കലാസൃഷ്ടികൾക്ക് നേരെ മാത്രമല്ല, മനുഷ്യനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഈ വലിയ കോരികൾ, ഈ എന്താ പറയുക ഈ JCBകൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സംഗതികൾ വന്ന് അതുവരെ ഉണ്ടായിരുന്ന സംസ്കാരത്തെ മുഴുവൻ കോരിയെടുക്കുന്ന ഒരു ഭീകരാന്തരീക്ഷം ആ കുത്തബ് മിനാറിൻ്റെ ആ ദില്ലിയിലെ സാഹചര്യത്തിലുണ്ടായിരുന്നു. അതാണ് ആ കവിതയിലേക്ക് നയിച്ചത്. ഇനി മാഷയുടെ കവിതയുടെ വേറൊരു പ്രത്യേകത വാക്കിൻ്റെ പരിചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പം ഏറ്റവും അധികം പലിശ കിട്ടുന്ന സ്ഥലത്ത് നിക്ഷേപിച്ച മുതൽ പോലെയാണ് P രാമേന്ദ്രൻ മാഷയുടെ കവിതയിലെ വാക്ക് എന്ന് KC നാരായണൻ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കിൻ്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പും അത് ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളും ആറ്റൂർ മാഷും സച്ചി മാഷൊക്കെ അത് കൊടുക്കുന്ന കവിതയ്ക്ക് കൊടുക്കുന്ന മുഴക്കവും ഒതുക്കവും ശില്പഭദ്രതയും അതൊക്കെ ഒരുപാട് എല്ലാവരും മാഷ് അതിൻ്റെ പ്രശംസകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാഷ് ഈ വാക്കിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, വാക്കിൻ്റെ മുകളിൽ മാഷ്ക്ക് ചില കടുംപിടുത്തങ്ങളുള്ളതായിട്ട് വാക്ക് ഉപയോഗിക്കുന്നിടത്ത് വളരെ ഏത് വാക്ക് എടുക്കണം, അത് ഏത് സ്ഥലത്ത് വെക്കണം എന്നൊക്കെയുള്ള വലിയ നിഷ്കർഷകളുള്ളതായിട്ട് ഭയങ്കര നിഷ്ഠയോടും അച്ചടക്കത്തോടും കൂടിയിട്ടാണ്, അങ്ങോട്ട് കെട്ടുപൊട്ടാതെയാണ് മാഷ്
ഈ വാക്കിനെ മൊത്തത്തിൽ കവിതയെ തന്നെ പരിചരിക്കുന്നത്. ഇപ്പം നല്ല മാഷല്ല ഞാനെന്നൊരു കവിത മാഷ് എഴുതിയിട്ടുണ്ട്, നല്ല മാഷല്ല ഞാനെന്നൊരു ലേഖനവും മാഷ് എഴുതിയിട്ടുണ്ട്. ഞാൻ പറയുന്നു മാഷ് ഒരു നല്ല മാഷാണ്, അതും ഹെഡ് മാഷാണ്. കട്ടിക്കണ്ണടയും ചൂരൽ വടിയൊക്കെ പിടിച്ച് ഈ വാക്കുകളെ എങ്ങനെ അച്ചടക്കവും നിഷ്കർഷയും നിഷ്ഠയും പഠിപ്പിച്ചുകൊണ്ട് അവരെ നിയന്ത്രിച്ചുകൊണ്ട് അവരെ ഒരു സ്വാതന്ത്ര്യത്തിനും വിടാതെ വാക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മൊത്തത്തിൽ കവിതയുടെ കാര്യത്തിൽ വല്ലാത്തൊരു സദാചാരപരതയും നിഷ്ഠയും കുടുംബത്തിൽ പിറന്ന ശീലങ്ങളും, പേരിന് പോലും മാഷിൻ്റെ കവിതയിൽ ഒരു അവിഹിതം എടുക്കാനില്ല. സത്യം, കുറേ തപ്പി നോക്കി, ഒരുപാട് തപ്പി നോക്കി, കിട്ടാനില്ല. അപ്പം തോന്നുന്നു മാഷ് കവിതയുടെ കാര്യത്തിൽ ഒരു അസൽ ഹെഡ് മാഷാണ്. അങ്ങനെ ഞാൻ പറഞ്ഞാൽ അങ്ങനെ നീ പറഞ്ഞ ഞാൻ രാജിവെക്കും. ഞാൻ അധ്യാപക വൃത്തിയിൽ നിന്ന് രാജിവെച്ച് പോകുന്നൊരു ആളാണ്. ഒരു കെട്ടഴിഞ്ഞ ഭ്രാന്തോ ഉന്മാദമോ സാധാരണ കവികൾക്ക് അങ്ങനെയാണല്ലോ. ഞാൻ മനസ്സിലാക്കുന്നു അത്. ശരിക്കും എൻ്റെ അങ്ങനെ ഒരു ഞാൻ എൻ്റെ ജീവിതത്തിൽ മിക്കവാറും കാലം വിദ്യാർത്ഥിയായിട്ടും അധ്യാപകനായിട്ടും ജീവിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. പിന്നെ ഭാഷ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഷ എൻ്റെ ആവിഷ്കാര മാധ്യമം മാത്രമല്ല, എൻ്റെ ഉപജീവന മാർഗവും ഭാഷ തന്നെയായിരുന്നില്ലേ. ഞാൻ ഭാഷ പഠിപ്പിച്ചിട്ടും ആണ് ജീവിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാഷയിൽ ഊന്നാനുള്ള ഒരു അന്തരീക്ഷം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചുറ്റും കേൾക്കുന്നതും വായിക്കുന്നതും ഒക്കെ ഈ ഭാഷയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സാധ്യതകളാണ് എൻ്റെ കുട്ടിക്കാലം മുതലുള്ള കൗതുകം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലാസ് മുറിയിലാണെങ്കിലും ഈ സാഹിത്യകൃതികളും എന്നെ കൗതുകപ്പെടുത്തുന്നത് ഈ വാക്കുകളുടെ അനന്ത വൈചിത്ര്യങ്ങളാണ്. ഒരേ വാക്കിൽ തന്നെ പല പല പൊരുളുകൾ ഒളിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ക്ലാസ്സിൽ ചില അധ്യാപകരുണ്ടാവും, നമ്മളെ സ്വാധീനിക്കുന്ന ചില അധ്യാപകരുണ്ട്. അവർ ഇതിൻ്റെ ഈ പൊരുൾ ഇങ്ങനെ ഇഴവിടർത്തി കാണിക്കുമ്പോൾ നമ്മൾ അതിശയപ്പെട്ടു പോകും. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ചില അധ്യാപകരുണ്ട്. ഇതുപോലെ അധ്യാപകർ മാത്രമല്ല, ചിലപ്പോൾ അവർ എന്നെ പഠിപ്പിച്ച അധ്യാപകരാവണമെന്നില്ല. ചില പുറത്തുള്ള ചില പ്രഭാഷണങ്ങൾ, അപ്പം ഞാൻ എൻ്റെ കൗമാരകാലത്ത് തന്നെ ഞങ്ങൾ ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി, സാഹിത്യ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി പലയിടത്തും പോകുമായിരുന്നു. ഇപ്പോൾ എന്നെ ആകർഷിച്ചപ്പോൾ VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട്. ഭട്ടതിരിപ്പാടിൻ്റെ VT സംസാരിക്കുന്നത് വളരെ അലങ്കാര ഭംഗിയുള്ള ഇതിൽ, അതുപോലെ ഗോവിന്ദൻ, M. ഗോവിന്ദൻ, അങ്ങനെ ഇവരുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ ഇവരുടെ വാക്കുകളുടെ ഈ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യം അങ്ങനെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും സ്വാധീനിച്ചിട്ടുണ്ടാകും. പിന്നെ മറ്റൊന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ വാക്കുകളെ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല അതിനൊരു മാഷായതുകൊണ്ട് എന്തെങ്കിലും ഒരു തടസ്സം? തീർച്ചയായിട്ടും അധ്യാപകനായതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ഭാഷ നിത്യേന പ്രയോഗിക്കുന്നതല്ലേ, പഠിപ്പിക്കുന്ന ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സംസ്കാരം തീർച്ചയായിട്ടും ഉണ്ട്. അതെനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ കാവ്യശില്പം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ എന്നെ സഹായിച്ചിട്ടുണ്ടായിരിക്കും അധ്യാപക വൃത്തി. ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ വൈലോപ്പിള്ളി അധ്യാപകനായിരുന്നു. പക്ഷെ വൈലോപ്പിള്ളിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ, ഞാനിത് മുമ്പ് ഒരിക്കൽ വൈലോപ്പിള്ളി സ്മാരക പ്രഭാഷണത്തിന് അന്ന് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. വൈലോപ്പിള്ളിനെ എല്ലാവരും മാഷ് എന്ന് തന്നെ വിളിച്ചു. അതേസമയം കുഞ്ഞിരാമൻ നായർ മാഷ ആയിരുന്നെങ്കിലും കുഞ്ഞിരാമൻ നായർ മാഷേ എന്നൊരാളും വിളിച്ചിട്ടില്ല. കാരണം നല്ല അധ്യാപകനായിരുന്നില്ല, നല്ല കവിയായിരുന്നു. അപ്പോൾ ഒരേ സമയം നല്ല കവിയായിരിക്കും നല്ല അധ്യാപകനായിരിക്കും എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതായിരിക്കും ഒരു കാര്യം. അപ്പോൾ അധ്യാപന വൃത്തി നമ്മളെ സഹായിച്ചിട്ടുണ്ട് എഴുത്തിൽ. ഹെഡ് മാഷാണോ? ഹെഡ് മാഷായിട്ട് തോന്നി എനിക്ക്. വെച്ചാലേ മാഷക്ക് ഒരുപാട് സാധ്യതകളൊരു കവിയാണ് മാഷ്. പക്ഷേ മാഷത് ഒരു ഭ്രാന്ത് കാണാനുണ്ടായിരുന്നില്ല കവിതകളിൽ, അതാണ്. പക്ഷെ ഞാൻ വൃത്തത്തിൽ മാത്രമല്ല, അങ്ങനെ അല്ലാത്ത കവിതകളും ഛന്ദസ് ഇല്ലാതെ എഴുതിയിട്ടുണ്ട്. അല്ല, വൃത്തത്തിൻ്റെ കാര്യമല്ല, അതിനകത്തുള്ള പ്രമേയപരമായി തന്നെ. ഇനി വേറൊരു കാര്യം, ഇപ്പോൾ ഒരു കവി അയാളുടെ കാവ്യജീവിതത്തിൻ്റെ ഇടയ്ക്ക് ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും അറിയപ്പെടുന്നത് ഒരു പക്ഷേ 1-2 കവിതകളുടെ പേരിലായിരിക്കും. ഒരു പക്ഷേ ഒരു കവിയുടെ ദൗർഭാഗ്യമായിട്ട് അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കവിതകൾ അതായിക്കൊള്ളുന്നില്ല. ഇപ്പം വൈലോപ്പിള്ളി മാഷ് ഈ മാമ്പഴമാണ് ചർച്ച ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ വരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞിരുന്നതായിട്ട്. അതുപോലെ തന്നെ തകഴി, എൻ്റെ തലയിൽ ഈ ചെമ്മീൻ കൊട്ടെന്ന് ഇറക്കി തരികയാണെങ്കിൽ ഞാൻ വരാം, വിളിച്ചാൽ വരാം, അല്ലെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞതായിട്ട് തകഴിയൊക്കെ. അപ്പം PP രാമചന്ദ്രൻ മാഷെ ആലോചിക്കുകയാണെങ്കിൽ മാമ്പഴക്കാലം, ലളിതം, പട്ടാമ്പിപ്പുഴ മണലിൽ, ഏറിപ്പോയാൽ ലൈബ്രറിയെ മരിച്ചതിൽ പിന്നെ,
തുടങ്ങിയിട്ടുള്ള കവിതകൾ. അതിൽ തന്നെ മാമ്പഴക്കാലവും ലളിതവുമാണ് ഏറ്റവും അതിൻ്റെ പേരിലാണ് മാഷ് അറിയപ്പെടുന്നത്. ലളിതം എന്ന കവിത എനിക്ക് തോന്നുന്നു മിത്തായിത്തീർന്ന, ഏറ്റവും പുതിയ കാലത്തും മിത്തായിത്തീർന്ന ഒരു കവിതയാണെന്ന് തോന്നുന്നു. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആ കവിത. ഒരു ഇൻസ്റ്റഗ്രാം പരുവം അതിനുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ +2 സ്റ്റുഡൻസിന് പി രാമചന്ദ്രൻ മാഷിൻ്റെ ലളിതം എന്ന കവിത അറിയാം. എന്നാൽ മാഷ് താമസിക്കുന്നത് അവരുടെ തൊട്ടടുത്ത് വട്ടംകുളത്താണെന്ന് അറിയില്ല. അവർക്ക് അറിഞ്ഞൂടാ, ആ കാര്യം അറിയില്ല. ലളിതം എന്ന കവിത അവർക്കറിയാം, ഒരു തൂവൽ പൊഴിച്ചിട്ടാൽ മതി എന്നവർക്കറിയാം. പക്ഷേ ഞങ്ങളുടെ സമയത്ത്, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ അറിയുന്നത് ആധുനികോത്തരതയുമായി ബന്ധപ്പെട്ട് = മാമ്പഴക്കാലം എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് പിന്നെ തിരുത്തിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണ് ആധുനികോത്തരതയുടെ ഒരു കൊടിയടയാളം പോലെ മാമ്പഴക്കാലത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് മാമ്പഴക്കാലം ആ കാലത്ത്? അത് എനിക്കറിയില്ല. കാരണം വെച്ചാൽ അത് ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു നിരീക്ഷണമോ അല്ലെങ്കിൽ പഠനമോ ഒക്കെ ആയിരിക്കും. അത് മാമ്പഴക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ വൈലോപ്പിള്ളിയുടെ മാമ്പഴം ഇരിക്കുന്നുണ്ട്. പക്ഷെ ഒരു രുചിഭേദത്തെക്കുറിച്ചുള്ള ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു കൺസ്യൂമർ കൾച്ചർ വളരെയധികം പ്രബലമായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഉൽപ്പാദന സംസ്കാരത്തിൻ്റെ ഒരു ബദൽ മുന്നോട്ട് വെക്കുന്നത് പോലെയാണ് അത് വന്നിട്ടുണ്ടായിരിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ ഈ മാംഗോ ഫ്രൂട്ടി വാങ്ങി കുടിച്ചിട്ട് അതിൻ്റെ കൂട് വലിച്ചെറിയുന്നു. അതൊരു ത്രോ അവേ കൾച്ചറാണ്. അത് വലിച്ചെറിഞ്ഞിടത്ത് ഒരു വിത്തും വീഴുന്നില്ല, അത് മുളയ്ക്കുന്നില്ല, അത് വളരുന്നില്ല, കായ്കനികൾ ഉണ്ടാകുന്നില്ല, ഭാവിയിലേക്കൊന്നും തരുന്നില്ല. അതേസമയം ഈ അണ്ടിക്ക് തുണപ്പോ എന്ന് പറയുന്ന ഈ വിനോദത്തിൽ അതുണ്ട്. ഭാവിയിൽ അതിനെ തുണയ്ക്കാൻ പോകണം, സഹായിക്കണം. അങ്ങനെ ഒരു കാർഷിക സംസ്കൃതിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു ഉൽപ്പാദന സംസ്കാരത്തിൻ്റെ ഒരു ബദൽ അത് മുന്നോട്ട് വെക്കുന്നത് കൊണ്ടായിരിക്കാം 90കളിലെ എന്താ പറയുക ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് ഈ പറഞ്ഞ പോസ്റ്റ് മോഡേണെന്നോ അല്ലെങ്കിൽ ഒക്കെ പറയുന്ന പുതിയ ഭാവുകത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനേക്കാളേറെ ലളിതം എന്നുള്ള കവിതയെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് മിക്കവാറും ഒരു ടെക്സ്റ്റായി, അതൊരു മാനിഫെസ്റ്റോ പോലെ എല്ലാവരും അത് പറഞ്ഞു. ആ ലളിതം എന്നുള്ള കവിത അങ്ങനെ സ്വീകരിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന കാലത്ത് മാമ്പഴക്കാലമാണ്. ലളിതം ഏറെക്കുറെ പിന്നീടാണ് കേട്ടു തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു മാമ്പഴക്കാലം എന്ന കവിത ഈ ഭാവുകത്വങ്ങളെ പറ്റിയിട്ടുള്ള കവിതയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിരവധി ഭാവുകത്വങ്ങൾ നിലനിൽക്കെ, നിരവധി രുചികൾ കവിതയ്ക്കകത്ത് ഭാഷയ്ക്കകത്ത് നിലനിൽക്കെ, നമ്മളിപ്പോൾ ഒരു പ്രസ്ഥാന പഠനം കവിതകളോട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രസ്ഥാനത്തിന് ഇപ്പോൾ ആധുനികത എന്ന് പറയുന്ന പ്രസ്ഥാനം, ആധുനികതയ്ക്ക് കുറേ സ്വഭാവ സവിശേഷതകളുണ്ട്. അപ്പം അതിലേക്ക് ഈ രുചികളെല്ലാം കൂടെ അതിലേക്ക് പോകുന്നു. അപ്പോൾ ഈ പ്രസ്ഥാനത്തിന് പുറത്തും രുചികളുണ്ട് സത്യത്തിൽ. അപ്പോൾ ആ തരത്തിലുള്ളൊരു സെൻസിബിലിറ്റിയെ പറ്റിയിട്ടുള്ള, ഭാവുകത്വത്തെ പറ്റിയിട്ടുള്ള കവിതയായിട്ടാണ് അതിനകത്ത് അങ്ങനെ ഒരു റീഡിംഗ് ഒരു പക്ഷേ അതുണ്ടായിരിക്കാം. കാരണം മാങ്ങ, മാവ്, മാമ്പഴം, മാമ്പഴക്കാലം എന്നൊക്കെ പറയുന്നത് വരെ കേരളീയമായിട്ടുള്ള ഒരു പ്രാദേശികതയുടെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സാർവദേശീയമായ മനുഷ്യൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂണിവേഴ്സലായിട്ടുള്ള സന്തോഷങ്ങളോ ദുഃഖങ്ങളോ വികാരങ്ങളോ ആദർശങ്ങളോ ഒക്കെ പറയുമ്പോൾ അങ്ങനെയല്ലാതെ പ്രാദേശികമായിട്ടുള്ള ഇഷ്യൂസും ഉന്നയിക്കുന്നത് പോലെ, അരികുകളെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ ഒന്നായിരിക്കാം. അപ്പോൾ സച്ചിമാഷ് തന്നെ കേരളീയതയെ കുറിച്ചുള്ള ആ കാലത്ത് തന്നെയാണ് ഒരു കളക്ഷൻ വരുന്നുണ്ട്. അതിൽ ആറ്റൂർ മാഷിൻ്റെയൊക്കെ കവിതകൾ വരുന്നുണ്ട്, ഡി വിനയേന്ദ്രൻ്റെ കവിതകൾ വരുന്നുണ്ട്. കേരളീയത എന്നുള്ള പറയുന്ന പ്രാദേശികതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കവിതാ സമാഹാരം തന്നെ ആ കാലത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അതും ഈ പറഞ്ഞ ഉത്തരാധുനികമായ ഒരു കാഴ്ചപ്പാടിനേക്ക് സഹായകമായിട്ടുണ്ടായിരിക്കാം അത് അപ്ലൈ ചെയ്യാൻ. ഇനി മാഷയുടെ ഒരു വൈരുദ്ധ്യം അതാണ് പറയാൻ പോകുന്നത്. ഇപ്പം നമ്മൾ അതേ ഉള്ളൂ നമ്മൾ ഈ എന്താ പറയുക, ഇപ്പം വികസനം അല്ലെങ്കിൽ യന്ത്രങ്ങൾ, സാങ്കേതികത, ഇതൊക്കെ ഒരു എന്താ പറയുക പ്രകൃതി വിരുദ്ധമായ സംഗതികളായിട്ട് പ്രത്യേകിച്ച് കവികളെങ്കിലും അങ്ങനെ നോക്കിക്കാണാറുണ്ട്. മാഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ മാഷ് കവിതയുടെ കാര്യത്തിൽ നേച്ചർ സെൻറ്റേഡ് ആയിട്ടുള്ളൊരു എപ്പിസ്റ്റമോളജി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാളാണ് കവി. അതേസമയം മാഷിൻ്റെ മറ്റു സമകാലികരൊക്കെ ഒക്കെ എളുപ്പത്തിൽ കൂടുതൽ വേഗത്തിൽ മാഷ് ടെക്നോളജിയെ ആഞ്ഞു പുലുകിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അതിനെ സ്വീകരിക്കുകയും സ്വായത്തമാക്കുകയും അതിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. കവിതകൾക്ക് ഇപ്പോൾ നോക്കി, ഈ 20 കൊല്ലങ്ങൾക്ക് മുമ്പ്, 22 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മലയാളത്തിലെ ആദ്യത്തെ വെബ് ജേണലായിട്ടുള്ള ഹരിതകം അല്ലേ മാഷ്
കൊണ്ടുവരുന്നത്. അവിടുന്ന് അങ്ങോട്ടുള്ള ബ്ലോഗ്, തുടരെഴുത്തുകൾ, മാഷുടെ കാര്യങ്ങൾ. അങ്ങനെ അല്ലാണ്ടുള്ള മാഷ ടെക്നോളജിയോടുള്ള ഇഷ്ടങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വണ്ടി, വാഹനം പോലെ, ഇപ്പോൾ രാമേട്ടനൊക്കെ രാമേട്ടൻ വണ്ടി ഓടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനി കവികളധികം വണ്ടി വാങ്ങിയാലും ഡ്രൈവറെ വെക്കാവും ചെയ്യുക. അങ്ങനെയൊക്കെയുള്ളൊരു ടെക്നോളജി വിരുദ്ധമായില്ലെങ്കിൽ അതിനോടൊക്കെ യന്ത്രപ്പേടി, വെറുതെയുള്ളൊരു യന്ത്രപ്പേടി കണ്ടിട്ടുണ്ട്. മാഷുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. അപ്പോൾ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എനിക്ക് തോന്നി. ഒരു സ്ഥലത്ത് ഇങ്ങനെ പരിസ്ഥിതി കവിതകൾ എഴുതി കൂട്ടുക, ഒരു വശത്ത് ടെക്നോളജിയുടെ എല്ലാം പോയിട്ട് അവിടെയൊക്കെ സ്വീകരിക്കുക, അവിടെ ആളാവുക. പക്ഷേ അത് ചൂണ്ടിക്കാട്ടാമെന്ന് വിചാരിച്ചപ്പോൾ വേറൊരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. വെച്ചാൽ ഇപ്പം ഈ വെബ് ജേണൽ 2003 തുടങ്ങിയപ്പോഴും മാഷ് പേര് കൊടുത്ത് ഹരിതകം എന്നാണ്. ഹരിതകം അതിനെ ജൈവവൽക്കരിച്ച്, ടെക്നോളജിയെ ജൈവവൽക്കരിച്ച് ഹരിതവൽക്കരിച്ച് അതിനെ ഹരിതവൽക്കരിച്ചിട്ടാണ് അതിലേക്ക് മാഷ് വരുന്നത്. ഒരു പായൽ പിടിച്ച് കിടക്കുന്ന, കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഹരിതകം, മലയാള പച്ചയുള്ള ഒരു വെബ് ജേണൽ. അപ്പോൾ ഞാൻ എന്നാൽ ക്ഷമിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ് ഞാൻ കാണെ എന്ന കവിത വീണ്ടും റീറീഡിങ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് തീവണ്ടി, ആ ഒരു വലിയ ഭീമനായിട്ടുള്ള തീവണ്ടി, അതിനെ ഒരു പുഴുവിനെ പോലെ ഉറുമ്പുകൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നു. അതിനു മുമ്പ് അതിനകത്ത് പൂച്ചകളും നായ്ക്കളും ഒക്കെ താവളമാക്കി അതൊരു ലോകം അതിനകത്ത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. മാഷുടെ മറ്റു കവിതകളും തീവണ്ടി ജൈവരൂപമായിട്ടാണ് കടന്നു വരുന്നത്. സത്യത്തിൽ നമുക്ക് ഈ മനുഷ്യൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് പരിണാമിയായ തലച്ചോറ്, ഈ വികസനങ്ങളിൽ നമ്മൾ വിചാരിച്ച തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല. പക്ഷേ എൻ്റെ ഒരു ഒബ്സർവേഷൻ, മാഷ് ഇതിനെയൊക്കെ ജൈവവൽക്കരിച്ചിട്ടാണ് അല്ലേ ഇതിനെ സ്വന്തമാക്കി എടുക്കുന്നത്. ഒരു നിരീക്ഷണം എനിക്ക് അങ്ങനെ തോന്നി, പ്രത്യേകിച്ച് കാണെ എന്ന കവിത. അല്ല, ഇതിനകത്ത് ഞാനൊരു പരിസ്ഥിതി പ്രേമിയും പ്രകൃതി സ്നേഹിയും ഒക്കെ ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഞാനൊരു ടെക്നോളജിയുടെ കാര്യത്തിൽ പിന്നെ അതിനെ സ്വീകരിക്കാൻ എനിക്കൊരു സന്നദ്ധതയുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങളെ ഇങ്ങനെ ജീവികളായി കാണുന്നത് പോലെ അതിനെ ഒരു ജൈവമാക്കിയിട്ട് സ്വീകരിക്കുന്നത് പോലെയുള്ള ഒരു വാസ്തവത്തിൽ അത് ശരിയാണ്. കാരണം ഈ ജൈവികതയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ സാങ്കേതികതയും ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2003 മറ്റാണ് ഹരിതകം.com എന്നുള്ളത് ഈ വെബ് ജേണൽ ഞാൻ ആരംഭിക്കുന്നത്. ആ സമയത്ത് മലയാളം ഫോണ്ടുകളില്ല, കമ്പ്യൂട്ടറുകളിൽ മൊബൈൽ ഫോണുകളില്ല, വെച്ചാൽ ഇങ്ങനെയുള്ള ഇതൊന്നുമില്ല. അപ്പോൾ അക്കാലത്ത് ഇതൊന്നും ഇല്ലാത്ത കാലത്താണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ആരംഭിച്ചത് എന്തിനു വേണ്ടിയിട്ട് വെച്ചാൽ മലയാള ഭാഷയ്ക്കും മലയാള കവിതയ്ക്കും പുതിയ കവിതയ്ക്ക് വേണ്ടി മാത്രമാണ്. കാരണം 99 അങ്ങനെ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു, കവിതയ്ക്കൊരു ഇടം എന്ന പേരിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പബ്ലിക്കേഷൻ ആരംഭിച്ചു. അത് വലിയൊരു പരാജയമായിരുന്നു, അതൊന്നും നിലനിർത്താൻ കഴിയില്ല. ആ സമയത്താണ് ഈ ഇൻ്റർനെറ്റും ഈ കമ്പ്യൂട്ടറും വരുന്നത്. ആ സമയത്ത് ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ഞാനൊരു കമ്പ്യൂട്ടർ അന്ന് വാങ്ങിയിട്ട്, അന്ന് വലിയ വില കൊടുത്ത് വാങ്ങിയിട്ട് ഞാനിത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പഠിക്കുകയാണ് ചെയ്തത്. മലയാളം എന്താണ് സമയം ചോദിച്ചു. അപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യാൻ പഠിക്കുന്നു, മലയാളം ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നു, അത് ഉണ്ടാക്കിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സാങ്കേതികമായിട്ട് എന്നെ ഈ ടൈപ്പിന് ഇരുത്തിയ ആൾ KH ഹുസൈൻ എന്ന് പറയുന്ന ഡോക്ടർ KH ഹുസൈൻ, നമ്മുടെ KFRIയിൽ ലൈബ്രറിയനായിരുന്നു അദ്ദേഹം. ഈ രചന എന്ന് പറയുന്ന ഫോണ്ടിൻ്റെ നിർമ്മാതാവാണ്. അപ്പോൾ ഈ ഹുസൈനാണ് എന്നെ ടൈപ്പിനിരുത്തിയത്, എല്ലാവരും എഴുത്തിനിരുത്തുക പറയുന്ന പോലെ. അതെ. അപ്പോൾ ഹുസൈനാണ് എനിക്ക് ഒരു ഫോണ്ട് ഉണ്ടാക്കി തന്നത് ഈ വെബ്സൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് അയ്യപ്പ പണിക്കർ സാറ് ഇത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു നല്ല അറ്റംപ്റ്റാണ്. അതായത് പ്രിൻ്റ് മീഡിയയ്ക്ക് പുറമെ കവിതകൾ പബ്ലിഷ് ചെയ്യാനുള്ളത്. ഇപ്പം നസീർ കടിക്കാടിനെ പോലുള്ളവരൊക്കെ അന്ന് ബ്ലോഗുകളുടെ കാലത്ത് ഇതുപോലെ എത്രയോ ഓണപ്പതിപ്പുകൾ ഇറക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ പ്രിൻ്റ് മീഡിയയിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ നല്ല ഒന്നാന്തരം ഡിസൈനർ. ഇപ്പോഴും നസീർ കവിതകൾ അങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സദസ്സിൽ കണ്ടപ്പോൾ ഉള്ള സന്തോഷം കൊണ്ട് പറഞ്ഞത്. അപ്പോൾ ആ കാലത്ത് ഈ ഭാഷാ സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിന് വേണ്ടി വലിയ ആൾക്കാർ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവർത്തിച്ചു. അപ്പം ഞാൻ ഈ സാങ്കേതികവിദ്യ ആർജിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷയ്ക്കും കവിതയ്ക്കും വേണ്ടിയുള്ള ഒരു പരിശ്രമമായിരുന്നു. അതുകൊണ്ടാണ് അതിന് ഇനി ഹരിതകം എന്ന് പേരിടാനുള്ളൊരു കാരണം, പെട്ടെന്ന് അത് വായിൽ വരാൻ കാരണം എൻ്റെ മോൾക്ക് ഹരിത എന്നാണ് പേര്. അതെ, ആ വീടിനും അതെ. അതിന് കാരണം എന്താ വെച്ചാൽ ഹരിതാഭരണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കവിത എഴുതി. അപ്പോൾ അത് റിയോ ദി ജനീറോയിൽ വെച്ച് നടന്ന ഭൗമ ഉച്ചകോടിയിൽ, ആ ഭൗമ ഉച്ചകോടിയിലെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അതെ, വാണിംഗ് ആണ് അല്ലേ, അല്ലെങ്കിൽ കഴിഞ്ഞത്. ഓക്കെ. അപ്പോൾ എന്തായാലും അന്ന് ഹരിതാവരണം കൊടുക്കുക എന്നുള്ളതായിരുന്നു, ഭൂമിക്ക് ആവരണം കൊടുക്കുക എന്നുള്ളത്.
അങ്ങനെയാണ് അതാണ് ആ അന്നത്തെ കാലത്തെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഹരിതാഭരണം എന്നുള്ള പേര് വരുന്നത് ആ സമയത്ത്. പിന്നെ യാദൃച്ഛികമായിട്ട് ഹരിതകം എന്ന അന്ന് ആ വെബ്സൈറ്റിന് പേരിട്ടിട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് എനിക്ക് ഒരു ഗുണം ഉണ്ടായതെന്ന് വെച്ചാൽ ആ വെബ്സൈറ്റ് വഴി അക്കാലത്ത് ഈ ധാരാളം പ്രവാസി കവികളെ പരിചയപ്പെടാൻ കഴിഞ്ഞു. പി അനിൽകുമാറിനെ പോലെ അന്ന് ഈ കുഴൂർ വിൽസനൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഗൾഫിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അക്കാലത്ത് അവരാണ് മലയാളം വായിക്കാൻ വേണ്ടി എത്രയോ, ഇവിടെയൊക്കെ സാങ്കേതികത വരുന്നതിന് മുമ്പേ തന്നെ ഈ പ്രവാസികളാണ് ഇത് കവിതകൾ വായിച്ചിരുന്നത്. അവരിൽ നിന്ന് ഒരുപാട് കവിതകൾ അയച്ചു കിട്ടിയിരുന്നു. അത് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു. പിന്നെ പിൽക്കാലത്ത് അഭിരാമിയെ പോലെയുള്ള ചില അവരൊക്കെ മേഘജ്യോതിസുതൻ ക്ഷണിക ജീവിതമായിരുന്നു കവിതയിലെങ്കിൽ പോലും അവരെയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള സന്ദർഭം ഉണ്ടായത്. അങ്ങനെയൊക്കെയാണ് സാങ്കേതികത. കവിതയ്ക്കും ഭാഷയ്ക്കും വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അഭിരാമി ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടല്ലോ. പുസ്തകം ഇറക്കിയിരുന്നു. അഭിരാമിയുടെ കവിതകൾ മുഴുവൻ ഈ ഹരിതകം.com എന്നുള്ള അന്നത്തെ ആ വെബ്സൈറ്റിലാണ് ചെയ്തിരുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് ഈ സോഷ്യൽ മീഡിയ സജീവമായതോട് കൂടിയിട്ട് എല്ലാവർക്കും സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ആക്റ്റീവ് അല്ലല്ലോ ഹരിതകം. ഇപ്പോൾ ആക്റ്റീവ് അല്ല, അത് നിർജ്ജീവമാക്കി വെച്ചിരിക്കുകയാണ്. ഇനി സമയമുണ്ടോ? കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പം ഈ 40-45 വർഷം മാഷയുടെ ഒരു കാവ്യ ജീവിത കാലയളവുണ്ട്. അപ്പം ആദ്യകാലത്തൊക്കെ മാഷ് ഒരുപാട് അടുപ്പിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെല്ലെ കവിതയിൽ നിന്ന് മാഷ് ഇങ്ങനെ വിട്ടു നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. അപ്പം ഇതിൻ്റെ ഒരു കാരണം ആലോചിച്ചപ്പം കവിത വായിക്കുമ്പോൾ തന്നെ മാഷയുടെ കവിതാബാഹ്യമായ കുറേ കമ്പങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക്. അതിനകത്ത് തന്നെ ഇപ്പം ശാന്തൻ ശില്പിയാണല്ലോ അല്ലേ, അതുപോലെ തന്നെ TN കൃഷ്ണൻ്റെ വയലിൻ, ഈ ചുട്ടികൂത്തനായി പച്ചകുത്തനായി മലർന്നു കിടക്കുന്ന കഥകളിയുടെയും കൂടിയാട്ടം, നാടക താല്പര്യങ്ങൾ, സിനിമാ താല്പര്യങ്ങൾ. അപ്പം ഞാൻ മാഷയെ വിളിക്കുമ്പോൾ തന്നെ, വട്ടംകുളത്ത് വന്ന ശേഷം ഞാൻ മാഷയെ വിളിക്കുമ്പോൾ മാഷ് പറയും, ഞാനിവിടെ കലാമണ്ഡലത്തിൽ മാർഗി സതിയുടെ നങ്ങ്യാർകൂത്ത് കാണാൻ വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ പറയും, ആറങ്ങോട്ടരയിൽ ശ്രീ ജയശ്രീ നാരായണേട്ടൻ്റെ വീട്ടിൽ നാടകം കാണാൻ വന്നിരിക്കുകയാണ്, കുന്നംകുളത്ത് കിർമീരവധം കാണാണ്, അല്ലെങ്കിൽ ഫോക്കിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ സിനിമയെ പറ്റിയിട്ട് ആ സിനിമ നല്ലതാണ്. മൊത്തത്തിൽ ഇങ്ങനെ ഈ രംഗകലകളുമായി ദൃശ്യകലകളുമായിട്ട് ഭയങ്കരമായിട്ട് മാഷ് സത്യത്തിൽ കവിതയിലേക്ക് വഴിതെറ്റി വന്നതാണോ? ഒന്നാമത്തെ കാര്യം പറയണം, ഞാനൊരു കവിതാ മൗലികവാദിയല്ല. ഞങ്ങൾക്ക് കുറേ കവിത കിട്ടേണ്ടതായിരുന്നു മാഷിൽ നിന്ന്. അതെ, പക്ഷെ മാഷ് കുറച്ചേ അത് തന്നുള്ളൂ. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ എല്ലാ കലാ മേഖലകളുമായിട്ട് ഇപ്പോൾ ആധുനികതയുടെ കാലത്ത് നോക്കൂ, അന്ന് അരവിന്ദൻ ഒരു സിനിമാ സംവിധായകൻ മാത്രമല്ല, അരവിന്ദൻ നാടകം സംവിധാനം ചെയ്യുന്നു. M. ഗോവിന്ദൻ കവിത എഴുതുക മാത്രമല്ല ചെയ്യുന്നത്. M. ഗോവിന്ദൻ ഒരു സമീക്ഷ എന്ന് പറയുന്നൊരു ഇത് നടത്തുന്നു, നാടക ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നു M. ഗോവിന്ദൻ. അതുപോലെ അടൂരാണെങ്കിലും അതെ. അന്നത്തെ കാലത്ത് ഈ കവികൾ അന്ന് മാത്രമല്ല, അതിന് മുമ്പാണെങ്കിൽ പോലും, ഇപ്പോൾ അതിന് മുമ്പത്തെ കാലത്ത് ഉറൂബ് നോവൽ മാത്രമല്ല എഴുതിയത്, തീ കൊണ്ട് കളിക്കരുത് എന്നുള്ള നാടകം എഴുതി. അതുപോലെ പിന്നെ ഇടശ്ശേരി കൂട്ടുകൃഷി എന്ന് പറയുന്ന നാടകം എഴുതുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന പോലെ കവിത മാത്രമായിട്ടുള്ള ഒരു ലോകമോ അങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലായിരുന്നു. നമ്മുടെ സദസ്സിൽ ഒരു കവിതാ സ്പെഷ്യലിസ്റ്റ് ഇരിക്കുന്നുണ്ട്. അല്ല, ഇപ്പോഴത്തെ കാലത്താണ് അങ്ങനെ എന്താ പറയുക, അത് മാത്രം എന്നുള്ള രൂപത്തിൽ വന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഞാൻ പെരുമാറുന്ന എനിക്ക് പല മേഖലകളിൽ ഒന്നാണ്. ചില സമയത്ത് ഞാൻ കാർട്ടൂൺ വരച്ചെന്നിരിക്കും. അതാണ് അതിനൊക്കെ എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് അല്ല. അങ്ങനെ തന്നെ ഞാൻ കാണുന്നു. അതേസമയം ഇപ്പോൾ മാഷുടെ ഇഷ്ടകലകളൊക്കെ രംഗകലകൾ, ദൃശ്യകലകളാണ്. പക്ഷേ മാഷുടെ കവിതയ്ക്കകത്ത് ദൃശ്യഭാഷയുടെ സ്വാധീനം ഇല്ലതാനും, കുറവാണ്. ഇപ്പോൾ കടമ്മനിട്ട പടയണി ബാധിച്ചപ്പോൾ കടമ്മനിട്ട കവിത മൊത്തത്തിൽ ദൃശ്യപരമായല്ലോ. നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന കാട്ടാളനും മലയിറങ്ങി വരുന്ന കുറത്തിയൊക്കെ നമുക്ക് ദൃശ്യവിസ്മയങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദൃശ്യപരതയാണ് നമ്മൾ അനുഭവിക്കുന്നത്. മാഷുടെ കവിതയിൽ മാഷുടെ താല്പര്യങ്ങളൊക്കെ ആ ഭാഗത്തേക്ക് പോകുമ്പോഴും മാഷുടെ കവിതയ്ക്കകത്ത് ദൃശ്യഭാഷയുടെ ഒരു തള്ളിച്ച കാണുന്നില്ല. കലങ്കാരിയൊക്കെ ഒരു നാടകീയ കാവ്യമാണ്. കലങ്കാരി നാടകീയ കഥ. പിന്നെ ചില കവിതകളൊക്കെ ഇതുപോലെ ദൃശ്യാവിഷ്കരണം നടത്തിയിട്ടുണ്ട്. എൻ്റെ ചില കവിതകൾ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ദൃശ്യഭാഷയുടെ ആവശ്യമില്ല എന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായം.
അപ്പം പല താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിലൊന്നാണ് കവിത മാത്രമായിട്ട് അങ്ങനെ ഇല്ല. അതേസമയം ഞാനിപ്പോൾ ഫിക്ഷൻ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിലും എനിക്ക് അത് ആ സമയത്ത് നമുക്ക് എന്താണോ ചെയ്യണമെന്ന് തോന്നുന്നത് അത് ചെയ്യാന്നുള്ള ഒരു സ്വാതന്ത്ര്യം. ഒരു ലേബൽ അടിച്ചിട്ട് ഇയാൾ ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഒരു ലേബൽ വെക്കുന്നതിൽ എനിക്ക് അത്ര താല്പര്യമില്ല. മാത്രമല്ല എനിക്ക് എന്നെ തന്നെ വേഗം മടുക്കുകയും ചെയ്യും. അപ്പം ഞാൻ മറ്റൊരു മാധ്യമം ഉപയോഗിച്ചു എന്നും വരും. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. രാമേന്ദ്രൻ മാഷിന് എൻ്റെ പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി അമ്മൂനും പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി. സന്തോഷം.